സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കേരള കോൺഗ്രസ് മുൻ നേതാവായ അഡ്വക്കേറ്റ് മോഹൻ ജോർജ് ആയിരിക്കും സ്ഥാനാർത്ഥി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതിക്ക് തൊട്ടു തലേന്നാണ് BJPയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഇതോടെ നിലമ്പൂരിലെ രാഷ്ട്രീയ ചിത്രം വ്യക്തമായി കഴിഞ്ഞു. നേരത്തെ നിലമ്പൂരിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന തരത്തിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചിരുന്നു. ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങളും ഇതിനെതിരെ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഇന്ന് കോട്ടയത്ത് BDJSന്റെ യോഗം ചേർന്ന് ചില പ്രഖ്യാപനങ്ങൾ നടത്താനിരിക്കുന്നതിന് തൊട്ട് മുമ്പാണ് BJPയുടെ പ്രഖ്യാപനം കൂടി വരുന്നത് എന്നാണ് സാഹചര്യം. അതായത് BDJS അവിടെ മത്സരിക്കും എന്ന തരത്തിൽ സൂചനകൾ വരുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ നീക്കമുണ്ടാവുന്നത്. ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇങ്ങനെയാണോ വേണ്ടത് എന്ന കാര്യം കൂടി എന്തായാലും പ്രസക്തമായ കാര്യമാണ്. CV അനുമോദ്, G ശ്രീജിത്ത് അടക്കം നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അനുമോദ്. യെസ്, നമുക്ക് ആദ്യം മോഹൻ ജോർജിന്റെ പ്രതികരണം. പല സ്കൂളുകളിലും കോളേജുകളിലും ഞങ്ങൾ യൂണിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ KSC ജില്ലാ പ്രസിഡന്റായിരുന്ന കാലത്ത് മമ്പാട് കോളേജിൽ ഞാൻ മത്സരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ശക്തമായി പ്രവർത്തിച്ചാണ് KSC. മൊത്തം കോളേജിലൊക്കെ നല്ല ശക്തമായ യൂണിറ്റ് ഉണ്ടായിരുന്നു. പിന്നെ യൂത്ത് ഫണ്ടും കേരള കോൺഗ്രസ് ഒരു കാലത്ത് കൂടെ നല്ല ശക്തിയായിരുന്നു. നിലമ്പൂരിൽ ഈ കുടിയേറ്റ മേഖലയിൽ നല്ല ശക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു പാർട്ടി പിരിഞ്ഞുകൊണ്ടായിരിക്കാം അത് കുറഞ്ഞു. അത് പാർട്ടിയുടെ തീരുമാനമല്ലേ, അവർ ചർച്ച ചെയ്യും. മണ്ഡലത്തിൽ ആളില്ലാതെയാണോ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ട ഗതികേടുണ്ടോ BJPയുടെ? ഞാൻ ഇവിടുത്തുകാരനല്ലേ, ഞാൻ ഇവിടെ ജനിച്ചു വളർന്നാൽ. BJP അംഗങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിട്ടും പുറത്തുനിന്ന് ആളെ കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. BJP അംഗങ്ങൾക്ക് ആർക്കും കൊടുക്കാറില്ല. ഞാനിപ്പോൾ BJPക്കാരനാണ്. എനിക്ക് BJPയുടെ പരിപൂർണ്ണ താല്പര്യമുണ്ട്. അവർ സംസാരിച്ചപ്പോൾ ഞാനതായി. സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട്. BJPക്ക് വലിയ ഭാവിയുള്ള പാർട്ടിയാണ്. BJP നിലമ്പൂരിൽ നല്ല ശക്തമാകും. തീർച്ചയായിട്ടും BJPയുടെ നാളെ പാർട്ടി തീരുമാനിക്കും. ആദ്യ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. MS അനീഷ് കുമാർ ഇപ്പോൾ BJP സ്ഥാനാർത്ഥിക്കൊപ്പം തന്നെ നമുക്ക് ചേരുന്നു. അനീഷ്, എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? രാഷ്ട്രീയം അദ്ദേഹത്തിന് BJP മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുന്നത്? എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം? നമുക്ക് ആ കാര്യങ്ങളൊക്കെ നേരിട്ട് സ്ഥാനാർത്ഥിയോട് തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ഈ മത്സരത്തിനൊരു അവസരം ഒരുങ്ങിയത്? ഭാരതീയ ജനതാ പാർട്ടിയുടെ ന്യൂനപക്ഷ സെല്ലിന്റെ സംസ്ഥാന പ്രസിഡന്റ് നോബിൾ മാത്യു, ഞങ്ങൾ ഒന്നിച്ച് KSCയുടെ ഭാരവാഹികളായിരുന്നു, സംസ്ഥാന ഭാരവാഹികൾ. അതേപോലെ ജോർജ് സെബാസ്റ്റ്യൻ, കുരുള മാത്യൂസ്, നാഷണൽ സ്റ്റോർ, ഇവരെല്ലാം ബന്ധപ്പെട്ടു. ഇന്നലെയാണ് പിന്നെ അവസാനം ഇവരെല്ലാം ബന്ധപ്പെട്ട് കഴിഞ്ഞ് രാജീവ് ചന്ദ്രശേഖർ എന്നെ വിളിച്ചു. മത്സരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. പാർട്ടി ഒപ്പം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പാർട്ടിക്ക് ഒപ്പം ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും BJPയുടെ മെമ്പറാകും. മെമ്പർ ആയിരുന്നില്ല. ഞാൻ കേരള കോൺഗ്രസിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ആയിരുന്നു. KSCയുടെ മുതൽ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പ്രവർത്തിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും ഇനിയും BJPക്ക് വേണ്ടി ശക്തമായി പ്രവർത്തിക്കും. മെമ്പറാകും മാത്രമല്ല. എങ്ങനെയാണ് ഈ ദീർഘനാളുകളായി രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുള്ളതാണ്, പക്ഷെ ഇങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ ഈ നിലമ്പൂർ പോലെ രാജ്യം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കിട്ടുന്ന അവസരം വളരെയേറെ സന്തോഷത്തോടെ കാണുന്നത്. BJP നമ്മുടെ പേര് ഞാൻ BJP പ്രസ്ഥാനത്തോടൊന്നും നന്ദിയുള്ളവനായിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ആഗ്രഹങ്ങളൊക്കെ ഇതൊക്കെ തന്നെയല്ലേ. തീർച്ചയായിട്ടും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ ഒരുപാട് നാളുകളായി BJPയുടെ ഒരു അനുഭവം മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് ബിജു സാമുവലൊക്കെ എന്റെ വളരെ അടുത്ത ആളുകളാണ്. ഇവരൊക്കെ എന്റെ അടുത്ത ആൾക്കാരാണ്. അവരൊക്കെ ഞാൻ ഇവരെന്റെ അടുത്ത് എപ്പോഴും ഓഫീസിലൊക്കെ വരാറുണ്ട്. BJPക്കാർക്ക് എനിക്ക് കേസുകളൊക്കെ തരാറുണ്ട്. അപ്പോൾ ഒരു ബന്ധം അവരോട്ട് എനിക്ക് എപ്പോഴും ഉണ്ട്. എനിക്ക് എല്ലാവരോടും നല്ല ബന്ധമുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ ഒരു കുറച്ച് നാളത്തെ പൊതുപ്രവർത്തനം ഈ കേരള കോൺഗ്രസ് ഒപ്പമായിരുന്നു? ഞാൻ കേരള കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാൻ കേരള കോൺഗ്രസ് പാർട്ടി പിറകുമ്പോൾ ഞാൻ എനിക്കൊരു നിലപാടെടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ നിലപാടെടുത്താണ്. ഞാൻ കേരള കോൺഗ്രസ് ആയിരുന്നു. കേരള കോൺഗ്രസ് തുടർന്ന് പോയി. അപ്പം എനിക്കൊരു നിലപാടുണ്ടായിരുന്നു. ഞാൻ ആ നിലപാടിനനുസരിച്ച് ഞാൻ ഏത് കാലത്താണ് മാറുന്നത് ഈ രാഷ്ട്രീയം സജീവമായിട്ട് അവസാനിപ്പിക്കുന്ന? ഞാൻ സജീവമായിട്ട് അവസാനിപ്പിച്ചിട്ടില്ല. ഇപ്പോഴും കേരള കോൺഗ്രസ് പ്രവർത്തനം ഇല്ലാത്തതുകൊണ്ടാണ് പ്രവർത്തിക്കാത്തത്. അവരുടെ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി വർഷത്തിൽ കൂടി ഞാൻ പോകാറുണ്ട്. അവരുടെ ഒരു പരിപാടി നടത്തുമ്പോൾ ഞാൻ പോകാറുണ്ട്. പക്ഷേ ഞാൻ സജീവമായിട്ട് അങ്ങനെ പ്രവർത്തിക്കാൻ ചുമരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ. ഇവിടെ പ്രവർത്തനം ഇല്ല കേരള കോൺഗ്രസ്. അതുകൊണ്ടാണ് ഈ മോദിജിയുടെ ഒരു ഭരണത്തെയും മോദിജിയുടെ ഭരണം നല്ല ഭരണമല്ലേ? ഇവിടുത്തെ ജനങ്ങൾക്ക് മുഴുവൻ ഏറ്റവും ഉപകാരപ്രദമായ നല്ല ഭരണമല്ലേ? നല്ല ശക്തനായ നേതാവല്ലേ? ഇന്ത്യ ഭരിക്കുന്ന ഏറ്റവും ശക്തനായ നേതാവല്ലേ? ഇന്ത്യയുടെ അഭിമാനമാണ് മോദിജി. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഞങ്ങൾ കാണുന്നത്. ഈ BJP ആദ്യഘട്ടത്തിൽ കണ്ടത് ഒരു നിലപാട്, കാരണം വളരെ കുറച്ച് നാളുകളെ ഇനി അവശേഷിക്കുന്നുള്ളൂ. ഈ നിലവിലെ MLA രാജിവെച്ചിട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് വരികയും ചെയ്യുന്നത്. BJP ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അവരെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ആദ്യം ഒരു ഘട്ടത്തിൽ അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനിച്ചായിരിക്കുമല്ലോ. ചർച്ച ചെയ്തപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ട് അങ്ങനെ തീരുമാനിച്ചായിരിക്കാം. അതിനെപ്പറ്റി എനിക്കറിയില്ല. എന്താണ് ഒരു പ്രധാന അജണ്ട ഈ തെരഞ്ഞെടുപ്പിൽ? എന്തായാലും ഒരു അവസരം. നിലമ്പൂരിന്റെ വികസനം, അതാണ് പ്രധാനപ്പെട്ട അജണ്ട. നിലമ്പൂരിന്റെ വികസനം. രാജീവ് വിജിയുടെ ബഹുമാനപ്പെട്ട BJP സംസ്ഥാന പ്രസിഡന്റ് അജണ്ട വികസിത കേരളം എന്നാണ്. ഞങ്ങളുടെ അജണ്ട വികസിത നിലമ്പൂരാണ്. നിലവിൽ സ്തംഭിച്ചു നിൽക്കുന്ന തീർച്ചയായിട്ടും വികസനം മൊത്തം സ്തംഭിച്ചു നിൽക്കുകയല്ലേ. വലിയ പ്രതീക്ഷയുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷകളാണുള്ളത്. ഈ മോദിജിയുടെ ഒരു ആശയങ്ങൾ പിന്തുടരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വികസന കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാനോ ഒരു അവസരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്.